ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മളെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ്. ഇതുവരെ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യില്ലെങ്കിൽ ഇവിടെയും തീർച്ചയായിട്ടും കയറി ശ്രമിക്കുക കേട്ടോ. കാരണം ഈ ഗ്രൂപ്പുകളിലാണ് നമ്മൾ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. സോ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്ന മെയ് 3-ാം തീയതി കൃത്യം 7:30 നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയം, മുംബൈയുടെ ഹോം ഗ്രൗണ്ടായ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇത് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പിച്ച് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന കുറച്ച് പെർഫോമൻസ് തന്നെ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിന് ക്ലാരിഫിക്കേഷൻ കിട്ടും. അതിനായിട്ട് അവിടെ നമ്മുടെ ടാറ്റ IPL ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. റീസെന്റ് റിസൾട്ട്സ് നോക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതിനപ്പോൾ മാച്ചസ് എടുത്തിട്ട് ഓൾ മാച്ചസിലോട്ട് പോയി നമുക്ക് റിസൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വരും. ദെൻ നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോബ്ലം വരാറുണ്ട് ഉള്ള കാര്യം നിങ്ങൾക്കറിയാം ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വരും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, ഒന്ന് വരും. അത് ഈ ആപ്ലിക്കേഷനൊക്കെ അപ്ഡേറ്റഡ് ആണ്, ബട്ട് എന്നാൽ കൂടെ ചില സമയത്ത് വീഡിയോ എടുക്കുകയാണെന്ന് അതിന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനത് ഇതുപോലെ എൻ്റെ അടുത്ത് പ്രതികരിക്കും. അത് വേണ്ടില്ലേ? അപ്പോൾ ഇപ്പം ശരിയായി. ഓക്കെ, നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്ന വാങ്കഡയിൽ നടന്ന ഇത് നോക്കാം. മുംബൈ ഇന്ത്യൻസ് ഫ്ലോപ്പാണ്. തീർച്ചയായിട്ടും ഇനി ഒരു കംബാക്ക് വന്നിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും മറ്റുള്ള ടീമുകൾ തോക്കണം അതിനനുസരിച്ചിട്ട്, എന്നാൽ മാത്രമേ കംബാക്ക് വന്നിട്ട് കാര്യമുള്ളൂ. നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ ആ വിഷു സമയത്ത് കളിച്ച ഒരു മാച്ചാണ് കേട്ടോ. ആ ഒരു മാച്ചായിരുന്നു ആകെ കളിച്ചത്. വിഷു ദിവസം 186 റൺസിന് മുംബൈ ഇന്ത്യൻസും ഫസ്റ്റ് ബാറ്റിംഗ് ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു 206 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ. അതേസമയം മുംബൈ ഇന്ത്യൻസ് ആണെങ്കിൽ 186 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു. രോഹിത് ശർമ്മ നല്ല റൺസ് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു, 105 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗെയ്ക്വാഡ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. വിക്കറ്റ് ടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ്, ശ്രേയസ് ഗോപാൽ 1 വിക്കറ്റ്, ദെൻ 1 വിക്കറ്റ് കോട്സെ, അങ്ങനെയാണ് പോകുന്നത്. 1 വിക്കറ്റ് സ്പിന്നർ എടുത്തുള്ളൂ, ബാക്കി 3 വിക്കറ്റും ഫാസ്റ്റ് ബോളേഴ്സാണ് എടുത്തത്. ദെൻ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇന്നിങ്സിലോട്ട് നോക്കുന്ന സമയത്ത് തുഷാർ ദേശ്പാണ്ഡെ 1 വിക്കറ്റ്, മുസ്തഫിക്കുർ റഹ്മാൻ 1 വിക്കറ്റ്, മദീഷ പത്തിരാന 4 വിക്കറ്റുമാണ് കേട്ടോ. ടോട്ടലി ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സ് മാത്രമാണ് വിക്കറ്റ് എടുത്തിട്ടുള്ളത്. 6-3-9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ്, 1 വിക്കറ്റ് സ്പിന്നറാണ് ആ ഒരു മത്സരത്തിൽ അവിടെ എടുത്തത്. ഒരു പക്ക ബാറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കൂടുതലും ബാറ്റിങ്ങിനാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ബൗളേഴ്സിലാണെങ്കിൽ കൂടുതലും ശരിക്കും ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഈ ഒരു ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യാറുള്ളത്. ഇതിന് മുന്നേ നടന്നൊരു മത്സരം കൂടെ നോക്കാം. നമ്മൾ RCB വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ RCBക്ക് തന്നെ ആയിരുന്നു. 196 റൺസിന് 8 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു കേട്ടോ. അതിൽ അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ പട്ടിദാറും ദെൻ അതുപോലെ തന്നെ ഫാഫ് ഡുപ്ലിസിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്തത്. അതിൽ വിക്കറ്റ് ടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ 5 വിക്കറ്റ് ജാസ്പ്രീത് ബുംറ, 1 വിക്കറ്റ് ആകാശ് മധുവാൾ, 1 വിക്കറ്റ് ശ്രേയസ് ഗോപാൽ, 1 വിക്കറ്റ് കോട്സെ, അങ്ങനെയാണ് പോകുന്നത്. ടോട്ടലി 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 1 വിക്കറ്റ് സ്പിന്നറാണ് എടുത്തത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇന്നിങ്സിലോട്ട് നോക്കുമ്പോൾ 3 വിക്കറ്റാണ് വീണത്. അതിൽ 2 വിക്കറ്റ് ഫാസ്റ്റ് ബോൾ, 1 വിക്കറ്റ് സ്പിന്നറാണ്. ടോട്ടലി നോക്കുന്ന സമയത്ത് 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളും 2 വിക്കറ്റ് സ്പിന്നറാണ് എടുത്തിരിക്കുന്നത്. കൂടുതലും സ്പിന്നേഴ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഏകദേശം ഒരു പിച്ചിൻ്റെ ധാരണ കിട്ടി പറഞ്ഞ് മനസ്സിലായല്ലോ. ദെൻ അതുപോലെ തന്നെ ഇതുവരെ ഇവർ 32 പ്രാവശ്യമാണ് ഏറ്റുമുട്ടിയുള്ളത് നമ്മുടെ കൊൽക്കത്തയും മുംബൈ ഇന്ത്യൻസും തമ്മിൽ. അതിൽ 23 പ്രാവശ്യം മുംബൈ ഇന്ത്യൻസും 9 പ്രാവശ്യം കൊൽക്കത്തയാണ് വിൻ ചെയ്തത്. കൂടുതൽ മുംബൈ ഇന്ത്യൻസ് ആണ് ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സിൽ നല്ല ഹൈപ്പിൽ നിൽക്കുന്നത്. ദെൻ അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ട് പറയുന്ന സമയത്ത് 150 റൺസ് 150+ തീർച്ചയായിട്ടും നമുക്ക് ആവറേജ് റൺസ് ആയിട്ട് പ്രതീക്ഷിക്കാം. ആവറേജ് ഇന്നിങ്സ് സ്കോറായിട്ട് 170 റൺസാണ് കണക്കാക്കപ്പെടുന്നത്. ഫാസ്റ്റ് ബോളേഴ്സ് 907 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 368 വിക്കറ്റ്സാണ് എടുത്തുള്ളത്. വാങ്കഡത്തെ താപനില എന്ന് പറയുന്നത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ദെൻ റെയിൻ പോസിബിലിറ്റീസ് 10%, മേ ബി മഴ പെയ്യാനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു 2-3 കിഡിലൻ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം തന്നെ നമ്മുടെ ചോയ്സിൽ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. ഇതിനതുപോലെ തന്നെ ക്യാഷ് ബോണസിൽ കൂടെ
കുറച്ചുകൂടെ ക്യാഷ് ആഡ് ചെയ്തതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം 11 കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എൻട്രി ഫീസ് കുറവ്. അത് നമ്മൾ ഡ്രീം 11 ഈ സെയിം കോൺടെസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് 3,850 പക്ഷേ ഇവിടെ 3,500 ഉള്ളത്. ഏകദേശം 250 രൂപയ്ക്കാണ് ഇവർ ഡിഫറൻസ് വരുത്തുന്നത്. അങ്ങനെ ഒരുപാട് കോൺടെസ്റ്റുകൾ എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മൾ ഈ ഒരു ചോയ്സ് 11 കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ആണ്. 5 പ്ലേയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളതിനെ പിക്ക് ചെയ്യണം. ആ ഒരു സെയിം സംഭവമാണ് അത് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചറാണ്. ഇതേപോലെ തന്നെ ഇതുവരെ നിങ്ങൾ നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ മത്സരം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കോൺടെസ്റ്റുകൾ കാണാൻ പറ്റില്ല. നമ്മൾ ഡ്രീം 11 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ്, ആ സെയിം കോൺടെസ്റ്റ് സെയിം വിന്നിങ് എമൗണ്ടിൽ ഇവിടെ വേറെ 260 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏകദേശം 39 രൂപയുടെ ഡിഫറൻസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വന്നു തന്നെ. ആദ്യത്തെ ഒരു കോൺടെസ്റ്റ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരുപാട് കോൺടെസ്റ്റുകൾ ഇതുപോലെ എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മുടെ കുബേര ഫാൻറ്റസിയിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്യുവോയിൽ ഏറ്റവും ടോപ്പ് ഇതായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുബേര ഫാൻറ്റസിത്തെ ഡ്യുവോ തന്നെയാണ്. ആ 5 പ്ലേയേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്ത് ഈസി ആയിട്ട്. നമ്മൾ ഈ ഒരു ഇന്ത്യയിലെ ഫാൻറ്റസി ക്രിക്കറ്റിൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ഈ ഒരു കുബേര ആപ്ലിക്കേഷനാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നമ്മളെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്യാഷ് ഏൺ ചെയ്തതിന് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വിഷൻ 11 ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതിന് ട്രൈ ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 50,000 രൂപയ്ക്ക് ഇവർ ഫ്രീ ആയിട്ട് ഗീവ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്ത് കാണിച്ചത്. അത് കണ്ടില്ല, ഏകദേശം 3 ലക്ഷം പേരെ കളിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. കാരണം ആ ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത് 0 റുപ്പീസാണ്. ഒരൊറ്റ രൂപയോടെ കൊടുക്കേണ്ട. ഈസി ആയിട്ട് ഞാൻ ഇപ്പോൾ ജോയിൻ ആയി. കണ്ടില്ലേ, 1 രൂപയോടെ എനിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് വന്ന 5,000 രൂപ, ദെൻ സെക്കൻഡ് 2,000, 1,000, അങ്ങനെ 1 രൂപയോടെ കൊടുക്കാതെ വന്നാലുള്ള വിന്നിങ് എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ കിട്ടുന്ന വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ആപ്ലിക്കേഷൻ ഇതുവരെ യൂസ് ചെയ്യില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 രൂപയ്ക്ക് കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പ്രോബബിലി പ്ലേയിങ് 11 നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിലാണെങ്കിൽ ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, ദെൻ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, നഹീൽ വധേര, ടിം ഡേവിഡ്, അതുപോലെ തന്നെ മുഹമ്മദ് നബി, കോട്സ്, പീയൂഷ് ചൗള, അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ, ഇത്രയും പേരാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസിലുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നുവാൻ തുഷാറയാണ് വരാൻ ചാൻസ് ഉള്ളത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പ് സാൾട്ട്, സുനിൽ നാരായൺ, വെങ്കിടേഷ് അയ്യർ, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, ആൻഡ്രേ റസൽ സിംഗ്, റിങ്കു സിംഗ്, രമദീപ് സിംഗ്, അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക്, വൈഭവ് ഓറ, ദെൻ ചേതൻ സക്രിയ, വരുൺ ചക്രവർത്തി, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രഘുവാശി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ ഇതിൽ മസ്റ്റായിട്ട് പിക്ക് ചെയ്യുന്ന 2 പ്ലേയേഴ്സാണ് നമ്മുടെ സൂര്യകുമാർ യാദവും ആൻഡ്രേ റസലും. നല്ല പെർഫോമൻസ് ആണ് റീസെൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ കീ പ്ലേയേഴ്സായിട്ട് 4 പേരെ പറയുകയാണെങ്കിൽ ജാസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, സുനിൽ നാരായൺ, ആൻഡ്രേ റസൽ, ഇവരെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. സുനിൽ നാരായൺ വേഴ്സസ് ജാസ്പ്രീത് ബുംറ, അതായത് KKRലെ ടോപ്പ് ബാറ്റ്സ്മാനാണ്. റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസാണ്. 372 റൺസാണ് അദ്ദേഹം റീസെൻ്റ് ആയിട്ട് അടിച്ച് കയറ്റിയത്. അതുപോലെ തന്നെ നല്ല അടിപൊളി പാർട്ട്ണർഷിപ്പുമാണ് ഫിലിപ്പ് സാൾട്ടുമായിട്ട്. പക്ഷേ ജാസ്പ്രീത് ബുംറയെ ഒന്ന് പേടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലാസ്റ്റ് മത്സരങ്ങളിൽ നമ്മുടെ പവർ പ്ലേയിൽ തന്നെ ബുംറ ഒരുപാട് വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വിക്കറ്റ്സ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഫിലിപ്പ് സാൾട്ട് വേഴ്സസ് പീയൂഷ് ചൗള ആൻഡ് മുഹമ്മദ് നബിയോ. ഫിലിപ്പ് സാൾട്ട് ബാറ്റ് ചെയ്യുന്ന സമയത്ത് നബിയോ ചൗളയോ ബോളിങ്ങിന് വന്നതിന് വിക്കറ്റ്സ് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. ഓക്കെ, ഇതിനേപോലെ തന്നെ രോഹിത് ശർമ്മ വേഴ്സസ് സുനിൽ നാരായൺ. രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുന്ന സമയത്ത് സുനിൽ നാരായൺ വന്നു കഴിഞ്ഞാൽ 8 പ്രാവശ്യം, അതായത് നരേൻ ബോൾ ചെയ്തിട്ട് 136 ബോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 145 റൺസ് കൊടുത്തിട്ടുണ്ട്. 8 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് രോഹിത് ശർമ്മ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓവറിൽ രോഹിത് ശർമ്മയ്ക്ക് വെറും 100 ഇത് മാത്രമേ സ്ട്രൈക്ക് റേറ്റ് ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് വരുൺ ചക്രവർത്തി ബോളിങ്ങിന് വന്നിട്ട് 35 ബോളിൽ 26 റൺസ് മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 1-2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. ദെൻ സൂര്യകുമാർ വേഴ്സസ് വരുൺ ചക്രവർത്തി ഒരു മെയിൻ ഡിസ്മാൻഡിൽസ് ആണ്. സോ അദ്ദേഹത്തെ ഒന്ന് പേടിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ അതുപോലെ തന്നെ KKRലും കീ പ്ലേയേഴ്സായിട്ട് പറയാനുള്ളത് നമ്മുടെ KKRലാണെങ്കിൽ ഫിലിപ്പ് സാൾട്ട്, സുനിൽ നാരായൺ, ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, ഇവരൊക്കെ കീ പ്ലേയേഴ്സായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രേ റസലൊക്കെ കീ പ്ലേയേഴ്സായിട്ട് വരാൻ ചാൻസ് ഉണ്ട്.
ഇതിനപോലെ തന്നെ മുംബൈത്തെ കീ പ്ലേയേഴ്സിനെ പറ്റി ഓരോ പ്ലേയേഴ്സിനെ പറ്റി എടുത്തെടുത്ത് പറയാം. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ സൂര്യകുമാർ യാദവിനെ പറ്റിയാണ്. റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു പിച്ചിൽ. അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയർ ആണ് സൂര്യകുമാർ യാദവ്. ദെൻ തിലക് വർമ്മ റീസെൻ്റ് ആയിട്ട് എല്ലാ മത്സരങ്ങളും നല്ല അത്യാവശ്യം ഫോമിലാണ്. അതുപോലെ തന്നെ ഏകദേശം 10 മത്സരങ്ങൾ കളിച്ച് 343 റൺസാണ് മുംബൈ ഇന്ത്യൻസ് എന്നുള്ള ടീമിന് വേണ്ടി അദ്ദേഹം നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്പ്രീത് ബൂംറ ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് 14 വിക്കറ്റ്സ് ടേക്ക് ചെയ്ത് നമ്മുടെ പർപ്പിൾ ക്യാപ്പിലെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ ജാസ്പ്രീത് ബൂംറ. സോ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. വാങ്കഡയിൽ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയർ ആണ്. എഗെയിൻസ്റ്റ് ബാംഗ്ലൂരായിട്ട് 5 വിക്കറ്റ് ഒരു മത്സരം എടുത്ത പുള്ളിയാണ് കേട്ടോ ഈ ഒരു സീസണിൽ തന്നെ. അതുപോലെ തന്നെ കോച്ച് ആണെങ്കിലും ഈ ഒരു പിച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നല്ല രീതിയിൽ റെക്കോർഡുള്ള പ്ലെയറാണ്. കോച്ചിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. KKRലെ പ്ലേയേഴ്സിനെ പറ്റി പറയുമ്പോൾ ഫിലിപ്പ് സാൾട്ടാണ്. 33 ബോളിൽ 68 റൺസ് അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് ലാസ്റ്റ് മത്സരം അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് 9-10 മത്സരങ്ങളിൽ നിന്ന് 392 റൺസാണ് അദ്ദേഹം KKRന് വേണ്ടി നേടിക്കൊടുത്തത്. സോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആവറേജ് സ്ട്രൈക്ക് റേറ്റ് 49 to 180 റൺസ് വരെ 180 വരെയാണ് സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ തന്നെ ഇതുവരെ 22 സിക്സ് മാത്രമാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത സുനിൽ നരേനെ പറ്റിയാണ് പറയാനുള്ളത്. KKRന്റെ അൺസ്റ്റോപ്പബിൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുനിൽ നരേൻ തന്നെയാണ്. റീസെൻ്റ് ആയിട്ട് 11 വിക്കറ്റ്സും അതും വെറും 6 റൺസ് പെർ മാച്ച് ഒരു ഓവറിൽ കൊടുത്തിട്ട് അദ്ദേഹം വിക്കറ്റ്സ് എടുത്തത്. അതുപോലെ തന്നെ 372 റൺസും കഴിഞ്ഞ 10 മത്സരത്തിൽ നിന്ന് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രെ റസൽ അടുത്തൊരു അഗെയിൻസ്റ്റ് നമ്മുടെ KKRലെ ഒരു കീ വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തന്നെയാണ്. കാരണം ചില സമയങ്ങളിൽ അത്യാവശ്യം നല്ല റൺസ് വേറെ 6 ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് 179 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് ചില മത്സരങ്ങളിൽ വിക്കറ്റ്സും ടേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർഷിത് റാണ റീസെൻ്റ് ആയിട്ട് KKRലെ ഒരു വിന്നിങ്ങിലോട്ട് കൊണ്ടുവരാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ പ്ലെയർ ആണ് ഹർഷിത് റാണ. റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ 1 തൊട്ട് 2 വിക്കറ്റ്സ് വരെ പെർ മാച്ച് അദ്ദേഹം എടുക്കുന്നുണ്ട്. സോ അദ്ദേഹം ഒരു കീ പ്ലെയർ ആവാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. സോ നമ്മുടെ KKR വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ഉള്ള മത്സരത്തിൻ്റെ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെയിലി ഓരോ ടിപ്സ് വീഡിയോയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമാറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനലിലൊന്നും ചെക്ക് ചെയ്തിട്ടില്ല, നമ്മുടെ ഈ വീഡിയോ മാത്രമാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹർഷിത് റാണ പുള്ളിയെ പറ്റി ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, കണ്ടില്ലേ? കളിക്കുന്ന ചില മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ KKRന് വേണ്ടി. ചില മത്സരങ്ങൾ സബ്ബായിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. ദെൻ സൂര്യകുമാർ യാദവിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു ടീം സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ക്യാപ്റ്റൻ VC കൂടെ കൊടുക്കാം. ക്യാപ്റ്റൻസി ഞാൻ രോഹിത് ശർമ്മയെ കൊടുക്കുന്നത്. നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ് കേട്ടോ. പക്ഷേ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഫ്ലോപ്പ് ആണെങ്കിലും ഈ ഒരു പിച്ചിൽ നല്ല റെക്കോർഡുള്ള പ്ലെയേഴ്സിൽ ഒരാളാണ് രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജാസ്പ്രീത് ബൂംറ, കോട്സ്. ഇവരൊക്കെ നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉണ്ട്. നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. ഫിലിപ്പ് സാൾട്ട്, ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, സുനിൽ നരേൻ, ആൻഡ്രെ റസൽ, ഹർദിക് പാണ്ഡ്യ, ജാസ്പ്രീത് ബൂംറ, വരുൺ ചക്രവർത്തി, കോട്സ്. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ കയറി ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.